മലയാളി മനസ്സിന് വളരെയധികം സുപരിചിതമായ മുഖമാണ് നടി സ്വപ്ന ട്രീസയുടേത്. ഇപ്പോഴിതാ നടി സ്വപ്നയുടെ ഏക മകൾ കാത്തി വലിയ കുട്ടി ആയി എന്നും ഇപ്പോൾ അവളുടെ ആദ്യ കുർബാന വരെ ആഘോഷിക്കാൻ പോകുന്ന ഉയരത്തിലേക്ക് അവൾ എത്തിയെന്ന സന്തോഷമാണ് അറിയിക്കുന്നത്. സ്വപ്ന ട്രീസയ്ക്ക് ഇത്രയും വലിയ മകളുണ്ടായിരുന്നോ എന്നും മകൾ ഇത്ര പെട്ടെന്ന് വളർന്നു എന്നൊക്കെയാണ് പ്രേക്ഷകർ ചോദിക്കുന്നത്. അഭിനേത്രി, ഗാനരചന അങ്ങനെയെല്ലാം കൈവശമുള്ള താരത്തിനെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കാറുണ്ട് എന്ന് തന്നെ പറയാം. ഇപ്പോൾ തൻ്റെ ഏക മകളുടെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ട് അവളുടെ ആദ്യ കുർബാന കഴിഞ്ഞിരിക്കുന്നുവെന്നും അവളുടെ ഹോളി കമ്മ്യൂണിയൻ കഴിഞ്ഞ ആ സന്തോഷമാണ് നിങ്ങളെല്ലാവരെയും ഞങ്ങൾ അറിയിക്കുന്നതെന്നും സ്വപ്നയുടെ ഭർത്താവും കൂടി മകളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് പറയുകയുണ്ടായി. മനാസ് സേവിയർ എടക്കാട്ടുകുടിയിൽ എന്നാണ് ഭർത്താവിൻ്റെ പേര്. അതോടൊപ്പം തന്നെ ബിയോണ്ട് ഫ്രെയിംസ് ഫോട്ടോഗ്രാഫിയെയും ടാഗ് ചെയ്ത് എത്തിയിട്ടുണ്ട്. മൈക്കിൾ എൽസ എന്നാണ് മകളുടെ യഥാർത്ഥ പേര്. കാത്തു എന്നാണ് മകളെ വീട്ടിൽ വിളിക്കുന്നത്. കാത്തി എന്നും എല്ലാവരും വിളിക്കും. ആദ്യ കുർബാന ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഇതിനെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന് പറയാം. ആശംസകൾ അറിയിച്ച് നിരവധി പേരാണ് എത്തുന്നത്. മകളുടെ ഇത്തരം സന്തോഷങ്ങൾ അല്ലെങ്കിൽ മക്കൾ ഇത്ര വലിയ ആൾക്കാരാകുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒരു പ്രത്യേക സന്തോഷം വരും. അതാണ് സ്വപ്ന ട്രീസ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. 2016 ഹലോ നമസ്തയാണ് ആദ്യമായി സ്വപ്ന ട്രീസ അഭിനയിച്ച സിനിമ. തുടർന്ന് അങ്ങനെ തന്നെ നേതാവേ, അഞ്ചെട്ടെണ്ണം പിന്നാലെ, സുഖമാണോ ദാവീദേ എന്നീ ചിത്രങ്ങളിലും അഭിനയിച്ചു. സുഖമാണോ ദാവീദേ എന്ന ചിത്രത്തിൽ പ്രമോഷൻ സോങ്ങിന് രചന നിർവഹിച്ചുകൊണ്ട് സ്വപ്ന ട്രീസ ഗാനരചന മേഖലയിലും ജോസഫ് എന്ന സിനിമയിലെ നായികയ്ക്ക് ശബ്ദം നൽകുന്ന ഡബ്ബിംഗ് രംഗത്തും കഴിവ് തെളിയിച്ചു. സ്വപ്ന തെരേസയുടെ ഭർത്താവിൻ്റെ പേരാണ് മനാസ്. ഏക മകളാണ് കാത്തു എന്ന് നേരത്തെ തന്നെ നമുക്കറിയാമായിരുന്നു. കണ്ണൂർ ജില്ലയിലെ തലശ്ശേരിയിൽ ജോർജിൻ്റെയും ലീലാമ്മയുടെയും മകളായി ജനിച്ച താരം വളരെ പെട്ടെന്നാണ് പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയത്. സിനിമയിലും സീരിയലിലും ശ്രദ്ധ ഒരുപോലെ പിടിച്ചുപറ്റുക എന്നത് വളരെയധികം പ്രയാസകരമായ കാര്യമാണെങ്കിലും അത് അനായാസേന ചെയ്തെടുത്തതുപോലെ പ്രേക്ഷകർക്ക് തോന്നുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി പ്രേക്ഷകരുടെ അടുത്ത് വിശേഷങ്ങളൊക്കെ പറഞ്ഞാണ് എത്താറുള്ളത്. അതിലൂടെ തന്നെ സ്വപ്നയെ ആരും മറന്നിട്ടില്ല എന്ന് പ്രേക്ഷകർ ഓർക്കുന്നു. സ്വപ്ന ട്രീസ +2 പഠനം കഴിഞ്ഞ ഉടനെ ഒരു മാഗസീൻ മോഡൽ ഓഫ് ദി വീക്കായി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. തുടർന്ന് നിരവധി പരസ്യങ്ങൾക്ക് മോഡലാകാൻ സ്വപ്നയ്ക്ക് അവസരവും ലഭിച്ചിരുന്നു. മന്ദാരം എന്ന സീരിയലിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സ്വപ്ന അഭിനയ രംഗത്തേക്ക് എത്തുന്നത്. തുടർന്ന് നിരവധി സീരിയലുകൾ അഭിനയിക്കാനുള്ള ഭാഗ്യം താരത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഒരു ഫോട്ടോഷൂട്ടിലെ ചിത്രങ്ങൾ വൈറലായപ്പോൾ സംയുക്ത വർമ്മയും നടിയുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ച് പലരും എത്തിയിട്ടുണ്ടായിരുന്നു. സംയുക്ത വർമ്മയുമായി നല്ല ചായ ഉണ്ടെന്നും വലിയ പൊട്ടുവെച്ചുള്ള ചിത്രങ്ങളിൽ സംയുക്ത വർമ്മയുടെ സിനിമകളുമായി സാമ്യം തോന്നി പ്രേക്ഷകർ അത് ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്തതും വാർത്തയിൽ പ്രാധാന്യമായി മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതോടെ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന ഒരു നല്ല വാർത്തയെ ഇത് മാറുകയും ചെയ്തു. അതോടൊപ്പം സ്വപ്നയുടെ വാർത്തകളും ഏറ്റെടുക്കുകയും ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പ്രേക്ഷകരെല്ലാവരും കമൻറ്റ് ചെയ്യുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.